ഓക്കെ, ഓൾറെഡി നമുക്ക് സെൽ എൻട്രി നോക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു, ഞാൻ അവിടെ ശ്രദ്ധിച്ചില്ല. ഓക്കെ, നമുക്ക് സെൽ എൻട്രി നോക്കാം. ഈ ഒരു ഏരിയ വരെ നോക്കാം, ഇവിടുന്ന് ബൈ നോക്കാം. പിന്നെ താഴോട്ട് വരാതെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വന്നിട്ട് നോക്കാം. ഓക്കെ, ലാസ്റ്റ് വീക്ക് നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് വീക്കിലി അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞ മോസ്റ്റ്ലി എല്ലാ ലെവലിലും വന്ന് നല്ല റിയാക്ഷൻ കിട്ടി, അത്യാവശ്യം നല്ല ട്രേഡ്സും എടുക്കാൻ പറ്റി. ആ വീഡിയോ കണ്ട ആർക്കെങ്കിലും ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലത്. ഓക്കെ, നമുക്ക് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഈ ഒരു ചാനൽ 1K അടിക്കുന്ന സമയത്ത് ഒരു 5K അക്കൗണ്ട് ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. ഗിവ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൈസ ആയിരിക്കും കൊടുക്കുക, അക്കൗണ്ട് വാങ്ങാനുള്ള 5K അക്കൗണ്ട് വാങ്ങാനുള്ള പൈസ ആയിരിക്കും കൊടുക്കുക, ഇഷ്ടമുള്ള അക്കൗണ്ട് വാങ്ങാം. ഓക്കെ, അത് വേണ്ടിട്ട് നമുക്ക് ഈ ഒരു വീക്കിൽ അനാലിസിസ് തുടങ്ങാം. കഴിഞ്ഞ വീക്കിൽ ഗോൾഡിൽ ഞാൻ 2 ട്രേഡ് എടുത്തു. ഇതിൻ്റെ കാര്യം ഞാൻ പറയാം. ഈ ഒരു ഏരിയയിൽ ട്രേഡ് എടുത്തത് കാരണം എനിക്ക് അപ് ട്രേഡ് എടുക്കാൻ പറ്റുമായിരുന്നു. ഞാൻ വേറെ പേഴ്സിൽ എൻട്രീസ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ എക്സ്ട്രാ എൻട്രീസ് ഒന്നും നോക്കിയിട്ടില്ല. ഒരു എൻട്രി ഈ ഒരു ഏരിയ, അതും സെല്ലാണ് കൊടുത്തത്. ആ സെല്ല് കൊടുക്കാനുള്ള കാരണം നമ്മൾ 1 ഹവറിൽ നമ്മളെ പ്രീമിയം ഡിസ്കൗണ്ട് ടൂൾ മാർക്ക് ചെയ്ത് നോക്കി. ഞാൻ ഓൾറെഡി പ്രീമിയം ഡിസ്കൗണ്ട് ടൂൾ എങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രീമിയം ഡിസ്കൗണ്ട് ടൂൾ എടുത്ത് മാർക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ വന്നു. ചാർട്ട് ക്യാൻഡിൽ നമ്മൾ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ വന്നു. ലോ ടൈം ഫ്രെയിമിൽ നമുക്കൊരു എൻട്രിയും ആ ഒരു ഏരിയയിൽ നിന്ന് കിട്ടി. 1 മിനിറ്റിലാണ് ഞാൻ എൻ്റെ അടുത്ത്. ലോ ടൈം ഫ്രെയിമിൽ ഡൈവേർജൻസും വന്നു, ഒരു ചെറിയ എൻട്രിയും കിട്ടി. നമുക്ക് ശരിക്കും അപ് ട്രെൻഡ് ട്രേഡ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് അപ്പിലേക്ക് കിട്ടുമായിരുന്നു. പേഴ്സണലി ഞാൻ എടുത്തിട്ടില്ല, ട്രേഡ് കിട്ടുമായിരുന്നു. വീഡിയോ കണ്ട ആളാണെങ്കിൽ ട്രേഡ് കിട്ടുമായിരുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് ട്രേഡ് നോക്കുന്ന സമയത്ത് ഈ ഒരു ട്രേഡ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീക്ക് ഞാൻ ഒരു ഏരിയ മാർക്ക് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 5000 ലെവലിലേക്ക് ഒരു ട്രേഡ് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ഏരിയ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ട്രേഡ് നോക്കി. ശരിക്കും നമുക്ക് എൻട്രി നോക്കാൻ പറ്റുന്ന ഏരിയ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തുതരാം. ഓക്കെ, നമ്മൾ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ എത്തിയ സമയത്ത് എനിക്ക് ഇവിടുന്ന് ഒരു എൻട്രി സെറ്റപ്പ് കിട്ടി. അത് നമ്മളെ ഇതല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എൻട്രി സെറ്റപ്പ് അല്ല, വേറെ എൻട്രി സെറ്റപ്പാണ്. ഇങ്ങനൊരു എൻട്രി കിട്ടി. ശരിക്കും നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ആണ്. പക്ഷെ ഞാൻ ആ ഹൈ അല്ല, ഞാൻ ഓൾറെഡി 5000 ലെവൽ വരെ ഗോൾഡ് മൂവ് ചെയ്യാൻ ചാൻസ് കണ്ടുകൊണ്ട് കുറച്ചുകൂടി 1:4 റേഷ്യോയിലായിരുന്നു വെച്ചത്. 1:4 റേഷ്യോയിലായിരുന്നു വെച്ചത്. പക്ഷേ അത് ഞാൻ മിക്കവാറും ക്ലോസ് ചെയ്യാനാണ് ചാൻസ്. തിങ്കളാഴ്ച ഞാൻ ക്ലോസ് ചെയ്യുക ട്രേഡ്. കാരണം ഈ ഒരു ഏരിയ വരെയൊക്കെ എന്തായാലും വരും. പിന്നെ ആ ട്രേഡ് ക്ലോസ് ചെയ്തിട്ട് പുതിയ എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓവർ പേഷ്യൻസ് ഇല്ല. ഓക്കെ, ഈ ഒരു ഏരിയാസൊക്കെ ഇതൊക്കെ നോക്കട്ടെ. നെക്സ്റ്റ് വീക്ക് ഞാൻ 4 ഹവറിൽ ഏരിയ ഉണ്ടോ നോക്കാം. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. പ്രീമിയം ഡിസ്കൗണ്ട് കൂടെ വരച്ച് നോക്കാം. പ്രീമിയം ഡിസ്കൗണ്ട് കോഡ് വരയ്ക്കുമ്പോഴും ആ ഒരു ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ ആ ഒരു OB ഉണ്ട്. 1 ഹവർ എടുത്ത് നോക്കാം എന്തെങ്കിലും നല്ല എൻട്രീസ് ഉണ്ടോയെന്ന്. 1 ഹവർ എടുത്ത് നോക്കുമ്പം ഇവിടെ ഒരു FEG ഉണ്ട്. പക്ഷെ ആ FEG നോക്കേണ്ടി വരില്ല. ഈ ഒരു ഏരിയ തന്നെ ആവാനാണ് ചാൻസ്. അപ്പം മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് നോക്കാം. ഫസ്റ്റ്ലി ഞാൻ ട്രേഡ് നോക്കുന്ന എങ്ങനെയായിരിക്കും. എൻ്റെ ഫൈനൽ TP വരുന്നത് ഈ ഒരു ഹൈ ആയിരിക്കും. നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ട്രേഡ് പ്ലേസ് ചെയ്യരുത്. നിങ്ങൾ അനാലിസിസ് നോക്കുക, എന്നിട്ട് മാത്രം ട്രേഡ് പ്ലേസ് ചെയ്യുക. ഈ സെറ്റപ്പ് തന്നെ എടുത്ത് ട്രേഡ് പ്ലേസ് ചെയ്യരുത്. ഓക്കെ, ചിലപ്പം ക്യാൻഡിൽ വന്ന് നമ്മൾ SL ഒക്കെ തട്ടിയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വീക്ക് ഗോൾഡ് ഞാൻ പ്യൂർലി ബുള്ളിഷ് മൂവ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് കിട്ടിയിട്ടില്ല. ഈ ഒരു ഏരിയ ബ്രേക്ക് ആവുകയാണെങ്കിൽ ഞാൻ പിന്നെ ഗോൾഡിൽ നെക്സ്റ്റ് വീക്ക് ട്രേഡ് എടുക്കില്ല. വെയിറ്റ് ചെയ്യാൻ. എനിക്ക് ബെയറിഷ് പോയിൻറ്റ്സ് വേറെ ക്ലിയർ ആയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ട്രേഡ് നോക്കില്ല.
ഓക്കെ, പിന്നെ ബെയറിഷ് ആവുകയാണെങ്കിൽ പിന്നെ ഞാൻ ചാൻസ് കാണുന്നത് ഈ ഒരു ഏരിയയിലേക്കൊക്കെ വരാനാണ്. ഈ ഒരു ഏരിയയിലേക്കൊക്കെ വരാനാണ് പിന്നെ ഒരു ചാൻസ് കാണുന്നത്. പക്ഷേ ക്ലിയർലി ബുള്ളിഷാണ് ഗോൾഡിൽ. ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് താഴോട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ പിന്നെ ട്രേഡ് എടുക്കില്ല. ഓക്കെ, നമുക്കിനി അടുത്ത ചാർട്ട് നോക്കാം. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. ബ്രേക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് തിരിച്ച് റിട്രേസ്മെൻറ്റ് കിട്ടുമ്പം ഈ ഒരു ഹൈ വരെ എൻട്രി നോക്കാം. ഈ ഒരു ഹൈട്ടോ മാർക്ക് ചെയ്തുതരാം. ഈ ഒരു ഹൈ വരെ നോക്കാം. അടുത്ത് നമ്മൾ പറഞ്ഞത് നാസ്ഡാക്ക് ആയിരുന്നു. നാസ്ഡാക്കിൽ ഈ ഒരു ചാർട്ടിൽ നമുക്ക് അത്യാവശ്യം നല്ല ട്രേഡ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പിലേക്ക് ട്രേഡ് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിട്രേസ്മെൻറ്റ് കിട്ടി അപ്പിലേക്ക് ട്രേഡ് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ട്രേഡ് ഒരു വീക്ക് മുമ്പേ ട്രേഡ് പ്രൊഡിക്റ്റ് ചെയ്യുന്നതും മീൻസ് ഏരിയാസ് പ്രൊഡിക്റ്റ് ചെയ്യുന്നതും നമ്മളെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഞാൻ ഇപ്പോൾ ഏരിയ പറഞ്ഞു തന്നാലും ചിലപ്പം നിങ്ങളെ ഒരു സ്കില്ല് വെച്ചിട്ട് വേണം ട്രേഡ് എടുക്കാൻ. ഓക്കെ, ഞാൻ ഇവിടെ ഒരു റിട്രേസ്മെൻറ്റ് വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നമുക്ക് റിട്രേസ്മെൻറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ ട്രെൻഡ് അപ്വേർഡ് തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് 2 ഏരിയാസിൽ നിന്ന് ട്രേഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വീക്കിലേക്ക് നോക്കുന്ന സമയത്ത് നാസ്ഡാക്ക് ക്ലിയർലി ബുള്ളിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഈ ഒരു ഏരിയയിൽ നിന്ന് ശരിക്കും നമ്മളെ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് എന്താ വേണ്ടത്? തിരിച്ച് അത്യാവശ്യം നല്ലൊരു റിട്രേസ്മെൻറ്റ്, ഒരു 50% ഏരിയ വരെ നല്ലൊരു റിട്രേസ്മെൻറ്റ് തരണം. പക്ഷേ ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആണെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിരുന്നിട്ട് കാര്യമില്ല. അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആണെങ്കിൽ ടെക്നിക്കൽ ഫെയിൽ ആവും. അപ്പം ഫണ്ടമെൻ്റലോട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ട്രേഡ് ഞാൻ മാർക്ക് ചെയ്തുതരാം. ഈ ഒരു ഏരിയ തന്നെയായിരിക്കും. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീക്ക് ഈ ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഏരിയ തന്നെയായിരിക്കും മിക്കവാറും നമുക്ക് നെക്സ്റ്റ് വീക്കും ഒരു ട്രേഡ് കിട്ടുക എന്നാണ് തോന്നുന്നത്. കാരണം നാസ്ഡാക്ക് ക്ലിയർലി ബുള്ളിഷാണ്. ഈ ഒരു റിട്രേസ്മെൻറ്റ് ഈ അടുത്തൊന്നും പ്രതീക്ഷിക്കേണ്ട താഴോട്ട്. നമുക്ക് ഏരിയാസ് വരുന്നത് 4 ഹവറിലെ ഏരിയാസ് മാർക്ക് ചെയ്ത് നോക്കാം. 4 ഹവറിൽ നമുക്ക് ഏരിയാസ് വരുന്നത് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. പിന്നെ 1 ഹവർ എടുത്ത് നോക്കാം. 1 ഹവറിൽ ഓക്കെ, 1 ഹവറിൽ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. പിന്നെ പ്രീമിയം ഡിസ്കൗണ്ട് ടൂൾ എടുത്ത് വെച്ചിട്ട് ബാക്കി പ്രീമിയം ഡിസ്കൗണ്ട് ടൂൾ വരയ്ക്കുക. ഇവിടെ ചെറിയൊരു FVGയും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഇതും കൂടി കവർ ചെയ്യും. ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ലൊരു ഏരിയ ആയിരിക്കും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് പോയിൻറ്റും ഉണ്ട്. ഞാൻ ട്രേഡ് നോക്കുന്നത് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എത്തുമ്പം അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എത്തുമ്പം ആയിരിക്കും ഞാൻ ട്രേഡ് നോക്കുക. ഈ ഒരു ഏരിയയുടെ അടിയിലേക്ക് പോകുമ്പോൾ ഞാൻ ട്രേഡ് എടുക്കുന്നത് മിക്കവാറും അവോയ്ഡ് ചെയ്യും. പിന്നെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ താഴോട്ട് ട്രേഡ് നോക്കും. ഓക്കെ, ട്രേഡ് സെറ്റപ്പ് കിട്ടുകയാണെങ്കിൽ മാത്രമേ നോക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വ്യൂ അബാൻഡൻ ചെയ്യും. ഈ ഒരു ഏരിയ അത്യാവശ്യം നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇപ്പം DXY ഈ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ലോ എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മളെ DXY നമ്മൾ പറഞ്ഞ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് അപ് ട്രെൻഡിലേക്ക് പോകണം എന്നാണ് ഇപ്പോൾ ഒരു ചാൻസ് ഞാൻ കാണുന്നത്. ഞാൻ നമ്മളെ പ്രീമിയം ഡിസ്കൗണ്ട് ടൂൾ ഒന്ന് വരച്ചിട്ട് നോക്കാം. നമുക്ക് പ്രീമിയം ഡിസ്കൗണ്ട് ടൂൾ വെച്ച് വരയ്ക്കുന്ന സമയത്ത് അത് നമ്മളെ 50% ഏരിയ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിലേക്ക് എത്തിയിട്ടുമില്ല. 50% കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് നോക്കാം. ഓക്കെ, ആ ഒരു ഏരിയയിലാണെങ്കിൽ ഒരു ഡെയിലി ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു റിയാക്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. ലോ ടൈം ഫ്രെയിം പോയി എടുത്ത് നോക്കുന്ന സമയത്ത്
നമുക്ക് ക്ലിയർലി ഒരു ബുള്ളിഷ് ആയി നമ്മൾ പറയണമെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അടുത്ത ദിവസം ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഓക്കെ, ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ നമുക്ക് തിരിച്ച് 1 ഹവറിലാണെങ്കിൽ ഈ ഒരു FEG വരെ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ട് പോയിട്ട് ഈ ഒരു FEG എത്തിയിട്ട് തിരിച്ച് നമുക്ക് ആ ഒരു ഹൈ വരെ ട്രേഡ് നോക്കാം. നമുക്ക് ഈ ഒരു ഹൈ ബ്രേക്ക് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ക്ലിയർ ആയിട്ട് ഏരിയ ഒക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചാർട്ട് വെച്ചിരുന്നിട്ട് വലിയ കാര്യമില്ല. നമുക്ക് യൂറോ USDൻ്റെ ചാർട്ട് നോക്കാം. ഓക്കെ, യൂറോ USDയിൽ നമുക്ക് കഴിഞ്ഞ വീക്ക് അത്യാവശ്യം നല്ല ട്രേഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീക്ക് മാർക്ക് ചെയ്ത ഏരിയ ഈ ഒരു ഏരിയ ആയിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ഏരിയയിൽ നിന്ന് ആ ഒരു ഏരിയൻ്റെ മേലെ കുറച്ച് ഈക്വൽ ഹൈസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഈ ഒരു ഈക്വൽ ഹൈസ് എടുക്കേണ്ടതാണ്. ഞാൻ ട്രേഡ് ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഈക്വൽ ഹൈസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എടുത്തിട്ടാണ് പിന്നെ മൂവ്മെൻറ്റ് തരിക. അതുകൊണ്ട് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യൂറോ USD, അത് നോക്കിയാൽ മതി. ഓക്കെ, ആ ഒരു ഏരിയ എടുത്തു. പക്ഷേ ഇത് ക്ലിയർലി ഇതാണ് കേട്ടോ, ന്യൂസ് ബേസ്ഡ് ആണ് വന്നത്. ഇറാൻ ഹോർമൂസ് തുറന്നു എന്ന് പറഞ്ഞ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല തിരിച്ച് ആ ഒരു ഈക്വൽ ഹൈസ് എടുക്കുമെന്ന് തോന്നുന്നില്ലായിരുന്നു. തിരിച്ച് റിട്രേസ്മെൻറ്റ് തിരിച്ച് ഈ ഒരു മൊമെൻറ്റം തന്നെ കീപ്പ് ചെയ്ത് പോകുന്നതായിരുന്നു ഞാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. നമുക്കിപ്പം ഈ എൻട്രി ഈ ഒരു മേലോട്ടുള്ളൊരു ഈ മൊമെൻറ്റം കിട്ടിയത് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നാണ്. നമുക്ക് മൺഡേ നോക്കാം, നമ്മളെ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ എന്തെങ്കിലും ഉണ്ടോ എന്ന് മൺഡേ നോക്കണം. ഇപ്പം കറൻ്റ്ലി നമുക്ക് ഒരു ക്ലിയർ ട്രേഡ് കിട്ടി, ഒരു ബെയറിഷ് ട്രേഡിൻ്റെ ഒരു സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. കാരണം നമുക്കിവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, താഴത്തൊരു ചോച്ച് തന്നു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ചോച്ചും തന്നു. പിന്നെ റിട്രേസ്മെൻറ്റിലേക്ക് വെയിറ്റ് ചെയ്യുക. റിട്രേസ്മെൻറ്റ് വെയിറ്റ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം ഡിസ്കൗണ്ട് ടൂൾ എടുക്കുക, മാർക്ക് ചെയ്യുക. ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിൽ എന്തെങ്കിലും FEGയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെർട്ടർ ഫെയർ വാല്യൂ ഗ്യാപ്പോ OB എന്തെങ്കിലും ഉണ്ടോ നോക്കുക. അവിടെ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെയും നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഈ 2 പോയിൻറ്റും നോക്കേണ്ടി വരും. ഞാൻ അടുത്ത മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ, മൺഡേ ഞാൻ യൂഷ്വലി ട്രേഡ് ചെയ്യാറില്ല, ട്യൂസ്ഡേ ആണ് ഞാൻ ട്രേഡ് ചെയ്യാറ്. ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ട്യൂസ്ഡേ ആകുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയയിലെത്തും. അല്ലെങ്കിൽ മൺഡേ തന്നെ ഈവനിങ് നൈറ്റ് ടൈം ആകുമ്പോഴത്തേക്കും ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ എനിക്ക് അവിടുന്ന് എന്തെങ്കിലും എൻട്രി കിട്ടുകയാണെങ്കിൽ ഞാൻ ട്രേഡ് നോക്കും. അത് ഈ ഒരു ലോ വരെ ആയിരിക്കും ട്രേഡ് നോക്കാം. ഓക്കെ, വേറെ ന്യൂസ് തന്നെ ന്യൂസ് നല്ല നല്ല ന്യൂസ് വരുന്നുണ്ട് ഇപ്പം ഇറാൻ ഹോർമൂസ് പിന്നെയും ബ്ലോക്ക് ചെയ്ത് തുടങ്ങി, ഏതൊരു ഇന്ത്യൻ ഷിപ്പ് ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയും ഇത് താഴോട്ട് പോകാനാണ് ചാൻസ്. പക്ഷേ എല്ലാം ആ ഒരു ഇറാൻ US കോൺഫ്ലിക്റ്റ് കൊണ്ടാണ് ഇപ്പം മര്യാദയ്ക്ക് ഒരു ട്രേഡ് കിട്ടാത്തത്. ഇപ്പം മര്യാദയ്ക്ക് ഈ ട്രേഡ് സെറ്റപ്പ് ഒന്നും മാർക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല. അത് മാർക്കറ്റ് ഇപ്പോൾ ശരിയില്ല, അതുകൊണ്ടാണ് റെഡി ആയി വന്നോളും. ഓക്കെ, ഇതിലിനി പ്രത്യേകിച്ച് നമുക്ക് പറയാൻ കാര്യങ്ങളൊന്നുമില്ല. ഇത് താഴോട്ട് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ ആ ഒരു ഇതിൻ്റെ ലോ വരെയാണ്, ഇനിയിപ്പോൾ മൺഡേ ലോ വരെയാണെങ്കിൽ ആ ഒരു ലോ വരെയായിരിക്കും ഞാൻ നോക്കുക. പക്ഷേ മാർക്കറ്റ് വേണമെങ്കിൽ ഈ ഒരു ലോ വരെ മൂവ് ചെയ്യാം, നമ്മൾ നോക്കി ട്രേഡ് ചെയ്യാം. ഇനി GBP USD നോക്കാം. ഓക്കെ, GBP USD ഞാൻ ഓൾറെഡി ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി നോക്കാം. ഞാൻ ഏരിയ മാർക്ക് ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞു തന്നിട്ടില്ല അല്ലേ. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒന്നാമത് നമ്മളെ പ്രീമിയം ഡിസ്കൗണ്ട് ടൂൾ മാർക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മളെ ഒപ്റ്റിമൽ ട്രേഡിംഗ് സോണിലേക്ക് എത്തി. അത് ഫസ്റ്റ് റീസൺ. പിന്നെ വരുന്നത് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കും ഉണ്ട്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ രണ്ടും കൂടി ചേർന്ന് വരുന്ന ഏരിയാസൊക്കെ
നമുക്ക് ഹൈലി പ്രോബബിൾ ഏരിയാസ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് എൻട്രീസ് കാര്യങ്ങൾ നോക്കാം. നമുക്കിവിടെ ഓൾറെഡി നമുക്ക് എൻട്രി കിട്ടി, മീൻസ് സ്ട്രാറ്റജി എൻട്രി കിട്ടുമായിരുന്നു. കാരണം നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് കിട്ടി, താഴോട്ട് പോയിട്ടുണ്ട്. പ്രീമിയം ഡിസ്കൗണ്ട് ടൂൾ എടുത്ത് വരച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി കിട്ടിയിരുന്നു. പക്ഷേ ഇത് പ്യുവർലി ന്യൂസ് ബേസ്ഡ് ആയിട്ടാണ് മൂവ് ചെയ്തത്. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് ഒരു എൻട്രി സെറ്റപ്പ് ഒന്നും കാണുന്നില്ല. മീൻസ് എനിക്ക് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഇവിടെ ഒരു FEG ഉണ്ട്, ഇവിടെ ഒരു FEG ഉണ്ട്. ഈ ലോ ബ്രേക്ക് ചെയ്യണം. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് ഈ ഒരു FEG വരെയൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കാം. എന്താണെങ്കിലും ഞാൻ GBPയിൽ ട്രേഡ് എടുക്കില്ല, ഞാൻ യൂറോയിൽ മാത്രമായിരിക്കും ട്രേഡ് എടുക്കുക. GBP യൂറോ വെച്ച് നോക്കുമ്പോൾ യൂറോ USD ആയിരിക്കും ട്രേഡ് എടുക്കുക. പിന്നെ ട്രേഡ് എടുക്കുക നാസ്ഡാക്ക്, പിന്നെ ഉള്ളത് ഗോൾഡ്. അപ്പം യൂറോ, നാസ്ഡാക്ക്, ഗോൾഡ്, ഇത് മൂന്നായിരിക്കും ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടാവുക. ട്രേഡ് എടുക്കുന്നു അതിലായിരിക്കും. അപ്പം എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് ഒരു പ്രോഫിറ്റബിൾ വീക്ക് ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ശരി, നെക്സ്റ്റ് വീക്കിലെ വീക്ക്ലി അനാലിസിസ് കാണാം.